സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പ്രിസൈഡിംഗ് ബിഷപ്പാണ് ഞാൻ. എൻ്റെ പേര് ബിഷപ്പ് ഡോക്ടർ തോമസ് എബ്രഹാം. സഭയുടെ ആസ്ഥാനം കേരളത്തിൽ തിരുവല്ലയിൽ മഞ്ഞാടിയിലാണ് സഭയുടെ ആസ്ഥാനം. 1961 ജനുവരി 26 സഭ രൂപം കൊണ്ടത്. എന്നാൽ സഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് പല വർഷങ്ങളായിട്ട് മാർത്തോമാ സഭയിലുണ്ടായിരുന്ന പഥ്യോപദേശ പ്രസ്ഥാനത്തിൻ്റെ ഒരു സമാപ്തി എന്ന നിലയിലാണ് 1961 സഭ രൂപം കൊള്ളുന്നത്. 1952 മുതൽ തന്നെ മാർത്തോമാ സഭയിൽ ഒരു നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു വിഭാഗം പ്രവർത്തിച്ചിരുന്നു. അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് ശ്രീ KN ഡാനിയൽ ആയിരുന്നു. അദ്ദേഹം മാർത്തോമാ സഭയുടെ മാസികയായിട്ടുള്ള മലങ്കര സഭാ താരകയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അൽമായരും അതുപോലെ സഭയിലെ ചില പട്ടക്കാരും ചേർന്നുള്ളതായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് സഭയെ ഉള്ളിൽ നിന്നുകൊണ്ട് നവീകരിക്കുക. 1836 മലങ്കരയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന എബ്രഹാം മൽപ്പാൻ്റെ നവീകരണ ആശയങ്ങളിൽ നിന്ന് സഭയുടെ അന്നത്തെ നേതൃത്വം മാറിപ്പോകുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഒരുപറ്റം ആളുകൾ മാർത്തോമാ സഭ പഥ്യോപദേശ സംരക്ഷണ സമിതി എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ചില വർഷങ്ങൾ 1952 രൂപം കൊണ്ടതായിട്ടുള്ള ആ പ്രസ്ഥാനം സഭയെ ഉള്ളിൽ നിന്ന് നവീകരിക്കുന്നതിന് വളരെ പരിശ്രമങ്ങൾ ചെയ്തു. സഭ റിച്വലിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധത്തിൽ നിന്ന് ജനങ്ങളകന്നു പോകുന്ന തരത്തിലുള്ള രീതികൾ കണ്ടപ്പോഴാണ് അത് ആചാരങ്ങളിൽ സഭ ഒരു വേർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി മാത്രമല്ല, സഭ ഒരു ഇവാഞ്ചലൈസിങ് കമ്മ്യൂണിറ്റി കൂടെയാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് പുതിയൊരു സഭയായിട്ട് ഇവാഞ്ചലിക്കൽ സഭ രൂപം കൊള്ളാനിടയായത്. സഭയുടെ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ, 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഒന്നാമത് ഡിഫെൻസ് ഓഫ് ദ സൗണ്ട് ഡോക്ട്രിൻ, പഥ്യോപദേശത്തിൻ്റെ സംരക്ഷണം. രണ്ടാമത് വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ഹോളിനെസ് ഓഫ് ലൈഫ്, ദൈവവചനത്തിലെ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശ്വാസത്തിന് അതിലടിസ്ഥാനപ്പെട്ടതായിട്ടുള്ള വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയൊരു ആഹ്വാനം. സഭയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവമുള്ളവർ, ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവർ, സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിന് അനുരൂപരാകാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവർ, അങ്ങനെയുള്ളവരായിരിക്കണം സഭയിലുള്ള എല്ലാവരും എന്നുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു. മൂന്നാമത് സഭയുടെ ലക്ഷ്യം ഭാരത സുവിശേഷീകരണം അല്ലെങ്കിൽ സുവിശേഷീകരണം എന്നുള്ളതായിരുന്നു. അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കോടി ജനങ്ങൾ ഇന്ന് ഭാരതത്തിലുണ്ട്. സുവിശേഷം അറിയാത്തവരെ യേശു കർത്താവിൻ്റെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു താല്പര്യത്തോടെയാണ് സഭ രൂപം കൊണ്ടത്. അതുകൊണ്ട് സഭ ഒരു മിഷണറി സഭയാണ്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഈസ് പ്രൈമർലി എ മിഷണറി ചർച്ച്. അത് എപ്പിസ്കോപ്പലാണ്, മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ മേൽപ്പട്ടക്കാരുടെ അധ്യക്ഷതയിലുള്ള ബിഷപ്പന്മാരുള്ള സഭയാണ്. എപ്പിസ്കോപ്പൽ നിന്ന് മാത്രമല്ലാതെ ഇവാഞ്ചലിക്കലാണ്. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടതായിട്ടുള്ള സഭയാണ്. മാത്രമല്ല അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചർച്ചാണ്. സഭയ്ക്ക് എഴുതപ്പെട്ടതായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പ്രകാരമാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ബിഷപ്പന്മാരുടെയൊക്കെ അധികാരം ഈ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ സഭ ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ. സഭയിലെ സ്ഥാനങ്ങളെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൂടെ സ്ഥാനങ്ങളിൽ വരുന്നവരാണ് ബിഷപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അങ്ങനെ എപ്പിസ്കോപ്പൽ, ഇവാഞ്ചലിക്കൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ, ഡെമോക്രാറ്റിക്, ഇതൊക്കെയാണ് സഭയെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ കഴിയുന്നത്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ബാഹ്യ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ഇടവുകൾ ഉണ്ട്. ദൈവം നൽകിയിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭാജനങ്ങളെല്ലാം ഉണർവിൻ്റെ അനുഭവമുള്ളവരായിരിക്കണം.
യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരായിരിക്കണം. തങ്ങളുടെ വിളക്കുകളിൽ എണ്ണ സ്വരൂപിച്ചുകൊണ്ട് മണവാളനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി ജീവിക്കണം. അവിടെ ജനങ്ങളുടെ ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടി സഭ മുൻഗണന നൽകുന്നു. ജനങ്ങളെ ആത്മീയമായിട്ട് ആഹ്വാനം ചെയ്യുന്നതിന് സഭ പരിശ്രമിക്കുന്നു. അങ്ങനെയാണ് സഭയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. എപ്പോഴും കൊടുക്കുന്ന ആഹ്വാനം അത് തന്നെയാണ്. ഓരോ ഇവാഞ്ചലിക്കൽ സഭ അംഗവും ഒരു മിഷണറിയാണ് എന്നുള്ള ദർശനത്തോടെയാണ് സഭ പ്രവർത്തിക്കുന്നത്. മിഷണറി ദർശനം ഉൾക്കൊണ്ടുകൊണ്ട്. അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വന്ന അപ്പോസ്തലൻ്റെ AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി കേരളത്തിൽ സഭകൾ സ്ഥാപിച്ച് AD 72 മൈലപ്പൂരിൽ, തമിഴ്നാട്ടിലെ മൈലപ്പൂരിൽ ഒരു രക്തസാക്ഷിയായി മരിച്ച സെൻറ്റ് തോമസ് അല്ലെങ്കിൽ തോമസ് അപ്പോസ്തലൻ്റെ സുവിശേഷ പാരമ്പര്യത്തിൽ ഈ സഭ നിൽക്കുന്നു. മറ്റ് അനേക സഭകൾ അത് അവകാശപ്പെടുന്നുണ്ട്. സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയും ആ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട്. ആ പാരമ്പര്യത്തോടൊപ്പം തന്നെ അത് ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട സഭയായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് സഭയുടെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സഭ ഏർപ്പെട്ടിരിക്കുന്നു. സഭയുടെ മിഷൻ സ്കൂളുകൾ കേരളത്തിന് പുറത്തെ പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ബീഹാറിലും തമിഴ്നാട്ടിലും ഒക്കെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. അവിടെയുള്ള ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി സഭ പരിശ്രമിക്കുന്നു. മാത്രമല്ല ആതുര ശുശ്രൂഷ രംഗത്തും സഭ ചെറിയ തോതിൽ പ്രവർത്തിച്ചു വരുന്നു. വലിയ സാമ്പത്തിക ഒടുക്കുകളോ അല്ലെങ്കിൽ വരുമാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ആ തരത്തിൽ അധികമായിട്ടൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ സഭയാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുന്നു. സഭയുടെ പട്ടക്കാരും സുവിശേഷകരും മിഷണറിമാരും അതുപോലെ സേവനിമാർ, ബൈബിൾ വിമൻ എന്നറിയപ്പെടുന്ന സേവനിമാരും ഒക്കെ ഉൾപ്പെടുന്നതാണ് സഭയുടെ പ്രവർത്തക സമൂഹം. വളരെ അനുഗ്രഹമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം സഭയ്ക്ക് ഇടയാക്കുന്നു. സഭയിലെ യുവതി യുവാക്കന്മാരെ ആത്മീയ ദർശനമുള്ളവരായി വളർത്തിയെടുക്കാനാണ് സഭയുടെ സൺഡേ സ്കൂളും അതുപോലെ യുവജന പ്രവർത്തനങ്ങളും അതിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അതിനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പുതിയ തലമുറയെ ദൈവത്തോട് ചേർത്ത് നിർത്തി പ്രവർത്തിച്ച് സമൂഹമധ്യേ പ്രകാശം പരത്തുന്ന ഒരു സഭയായിരിക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ അരുമനാഥൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമിയുടെ ഉപ്പാകാനും ലോകത്തിൻ്റെ വെളിച്ചമാകാനും സഭ പരിശ്രമിക്കുന്നു. ഈ 65 വർഷങ്ങൾ, 1961 ശേഷം ഇത് 65ാമത്തെ വർഷമാണ്. സഭയ്ക്ക് ഒത്തിരി പോരായ്മകൾ, വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ച് ഇന്ന് സഭ ഐക്യത്തോടെ ദൈവകൃപയോടെ മുന്നോട്ട് നീങ്ങുന്നു. ഇപ്രകാരം ഒരു അവസരത്തിൽ സംസാരിപ്പാൻ എനിക്ക് ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിലും ദൈവനാമം മഹത്വപ്പെടട്ടെ. തിരുമേനിയുടെ അമേരിക്കയിലുള്ള ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മുന്നോട്ടുള്ള സന്ദർശനങ്ങൾ എവിടെയൊക്കെയാണ്? ഞാൻ നോർത്ത് അമേരിക്കയിലേക്ക് വന്നത് എല്ലാ വർഷവും ഒരു എപ്പിസ്കോപ്പൽ വിസിറ്റ് ബിഷപ്പന്മാർ നടത്താറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ സഭയിലെ സ്ഥിരീകരണ ശുശ്രൂഷ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് തിരുവത്താഴം കൈക്കൊള്ളുന്നതിന് മുമ്പുള്ള അവരുടെ ഫസ്റ്റ് കമ്മ്യൂണിയന് വേണ്ടി അവരെ ഒരുക്കുന്ന കൺഫർമേഷൻ സർവീസ് നടത്താൻ ബിഷപ്പന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നോർത്ത് അമേരിക്കയിലെ ഇടവുകളിൽ പലയിടങ്ങളിലും കൺഫർമേഷന് വേണ്ടി ഒരുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സ്ഥിരീകരണം നൽകി സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതിനാണ് ബിഷപ്പന്മാരുടെ സന്ദർശനം. ഞാൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും നടക്കുന്നതായിട്ടുള്ള ഡയസിസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പിൻ്റെ ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ്, അത് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പെൻസിൽവാനിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സ്ക്രാൻഡനിൽ വെച്ച് നടക്കാനിടയായി. എല്ലാ വർഷം അനേക വർഷങ്ങൾ പെൻസിൽവാനിയയിലെ മെസയ കോളേജിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം അത് യൂണിവേഴ്സിറ്റി ഓഫ് സ്ക്രാൻഡനിലാണ് നടന്നത്. അതിന് നേതൃത്വം നൽകുവാൻ ആണ് ഞാൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശം. മറ്റൊന്ന്, സഭ വളരെ ആഗ്രഹിച്ച് ഹൂസ്റ്റണിൽ ഉള്ളതായിട്ടുള്ള ഗ്രേറ്റർ ഹൂസ്റ്റൺ പാരിഷ് എന്ന സഭയുടെ ഇടവകയ്ക്ക് ഒരു പുതിയ ആലയം നിർമ്മിക്കുന്നതിനിടയായി ഇവിടെ റൂട്ട് 6 ആർക്കോള സിറ്റിയിൽ ഒരു മനോഹരമായ ആലയം നിർമ്മിക്കാനിടയായി. അതിൻ്റെ പ്രതിഷ്ഠ ഓഗസ്റ്റ് 16 നടക്കുകയാണ്.
ആ ഒരു പ്രത്യേകമായുള്ള സന്ദർഭത്തിൽ ഈ ആലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഞാനിവിടെ നിന്ന് ഷിക്കാഗോയിലേക്കും അവിടെ നിന്ന് ഡാലസിലേക്കും പോകും. ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങും. ഇതാണ് എൻ്റെ യാത്രയുടെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. തിരുമേനിയുടെ കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസവും ഒന്ന് പറയാമോ? എൻ്റെ കുടുംബ പശ്ചാത്തലം, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കുമ്പളാമ്പുക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ ഞാൻ ഭോപ്പാലിലെ ഹമീദിയ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ MA കരസ്ഥമാക്കി. പിന്നീട് മഹാരാഷ്ട്രയിലെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ നിന്ന് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റിയും ബാംഗ്ലൂരിലെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് MDHും അതുപോലെ ഡോക്ടർ ഓഫ് മിനിസ്ട്രി പൂർത്തിയാക്കി. കഴിഞ്ഞ 40 വർഷമായിട്ട് സഭയിലൊരു പട്ടക്കാരനായി പിന്നീട് ബിഷപ്പായും പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ സഹധർമ്മിണി ഒരു കോളേജ് പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്. മല്ലപ്പള്ളിക്കടുത്ത് തുരുത്തിക്കാട്ട് BN കോളേജിലെ റിട്ടയർഡ് അധ്യാപികയാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കൾ. മൂത്ത ആൾ അധ്യാപികയാണ്, ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ ആൾ പിന്നീടുള്ള 2 പേരും എൻജിനീയേഴ്സാണ്, അവരും ജോലിയിലാണ്. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ സാക്ഷികളായി ഈ കാലമെല്ലാം ജീവിപ്പാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. BAM കോളേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു കോളേജ് മാത്രമല്ല ഈ സഭയ്ക്കുള്ളൂ, അതോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ആ തുരുത്തിക്കാട് കോളേജിനെ പറ്റി ഒന്ന് 2 വാക്ക്. ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് മാർത്തോമാ സഭയിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർത്തോമ മെത്രാപ്പോലീത്തായുടെ നാമധേയത്തിൽ ആരംഭിച്ചതായിട്ടുള്ള ഒരു കോളേജാണ്. അദ്ദേഹം ആ കാലത്ത് 1947 അദ്ദേഹം കാലം ചെയ്യുന്നതിന് മുമ്പ് കേരളക്കരയിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ബിഷപ്പായിരുന്നു. കാനഡയിലെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം നടന്നത്. പിന്നീട് മാർത്തോമാ സഭയിൽ അദ്ദേഹം മെത്രാപ്പോലീത്ത ആയിരുന്നു. അദ്ദേഹം ഒരു നവീകരണ സുവിശേഷ ദർശനമുള്ള ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് മല്ലപ്പള്ളിക്കടുത്ത് തുരുത്തിക്കാട്ട് BAM കോളേജ് സ്ഥാപിച്ചത്. അതിപ്പോൾ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് പ്രവർത്തിച്ചു വരുന്നു. സഭയ്ക്ക് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലില്ല. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടാക്കുക എന്നുള്ളത് സഭയുടെ ആദ്യകാലങ്ങളിൽ ലക്ഷ്യമല്ലായിരുന്നു. എന്നാൽ ബാഹ്യ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ ആരംഭിച്ചത് അവിടെ ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ചതാണ്, അല്ലാതെ ലാഭം ഉണ്ടാക്കാനോ ഒന്നുമുള്ള ഒരു പ്രവർത്തനമായിട്ടല്ല. അങ്ങനെ അത്തരം അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭയ്ക്കില്ല. സ്കൂളുകൾ പ്രവർത്തിക്കുന്നു, ഹൈസ്കൂളുകളുണ്ട്, 9 സ്കൂളുകൾ പ്രവർത്തിക്കുന്നു. അതെല്ലാം മിഷൻ ഫീൽഡുകളിലെ മിഷൻ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ്. ഗ്രാമീണ ജനതയെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലാണ് സഭ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. താങ്ക് യു അച്ഛാ. നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യൂത്തിന് ഒരു 2 ലൈൻ ഇംഗ്ലീഷിൽ ഒരു 2 ലൈൻ ഒരു മെസ്സേജ് തരാമോ? ജസ്റ്റ് ഫോർ യുവർ യൂത്ത്, our youth. Yeah, my exhortation to the youth is that we have only one life. As C.T. Studd said, it will soon be past. Only what is done for Jesus Christ will last. This is my exhortation to the young people, young Christians. God has a purpose for our lives, and we need to find out what God's purpose is for our lives, and then pursue after it, seek after that, and fulfill God's purposes for our lives. If we don't fulfill God's purposes for our lives, we can say that our life is a waste, because only the lives which are lived according to God's purposes only are meaningful. So if you want your lives to be meaningful, follow after God's purposes for you. In prayer and through the word of God, you will be able to find out God's purposes for your life. The first thing is that the primary thing is that we all should have a salvation experience, or salvation through Jesus Christ, because He alone can save sinners, and He alone can pardon sinners. He alone can make us God's children. He shed His blood and died for us on the cross, so that through His ransom we will be saved. So that is what I have to tell to the young people. Find peace,
through Jesus, find meaning for life through Jesus. May God bless you. താങ്ക് യു സോ മച്ച്. ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ തിരക്കേറിയ സമയത്തിലും 2 മിനിറ്റ് ഞങ്ങൾക്ക് തന്ന സമയത്തിന് താങ്ക് യു സോ മച്ച്. നാളെ നടക്കുന്ന ഡെഡിക്കേഷൻ സർവീസ് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Okay, thank you very much. God bless you. God